ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അധ്യായം 5. നീലിമക്ക് വല്ലാത്ത പേടി തോന്നി. അശ്വിനെ അവർ എന്ത് ചെയ്യുമെന്ന് പറയാനും പറ്റില്ലല്ലോ. സിദ്ധാർത്ഥിനോട് ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള അടുപ്പമൊന്നും എനിക്കില്ല. എന്നാൽ ഈ അവസ്ഥയിൽ പറയാതിരിക്കാനും വയ്യ. അശ്വിൻ ഇപ്പോൾ തന്നെ അമ്മയെ കാണാതെ പേടിച്ച് കരഞ്ഞു തുടങ്ങിക്കാണുമെന്ന് അവൾ ചിന്തിച്ചു. എന്തായാലും സിദ്ധാർത്ഥിനെ ചെന്ന് കാണാൻ തന്നെ നീലിമ തീരുമാനിക്കാണ്. ഗൂഗിൾ തിരഞ്ഞ് അവൾ വിശ്വ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഹെഡ് ഓഫീസ് കണ്ടുപിടിച്ചു. ഹോസ്റ്റലിൽ നിന്നിറങ്ങി നേരെ അവൾ അവിടേക്ക് ചെന്നു. അവിടെ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. നീലിമ കയറി വരുന്നത് കണ്ടപ്പോൾ അവൾ തല ഉയർത്തി നോക്കി. എനിക്ക് മിസ്റ്റർ സിദ്ധാർത്ഥ് വിഷയൊന്ന് കാണണമായിരുന്നു, നീലിമ പറഞ്ഞു. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? റിസപ്ഷനിസ്റ്റ് ചോദിച്ചു. ഇല്ല, അത്യാവശ്യമാണ്, ഒന്ന് കണ്ടേ പറ്റൂ എന്ന് നീലിമ പറഞ്ഞു. ക്ഷീണം വിട്ടുമാറാത്തത് കൊണ്ട് തന്നെ അവളുടെ ശബ്ദമൊക്കെ അടഞ്ഞിരുന്നു. നോക്കൂ മാഡം, അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ എനിക്ക് നിങ്ങളെ അകത്തേക്ക് കടത്തിവിടാൻ പറ്റില്ല, സോറി, റിസപ്ഷനിസ്റ്റ് പറഞ്ഞു. നീലിമക്ക് ആകെ സങ്കടമായി. അശ്വിനെ കുറിച്ച് ഓർത്തപ്പോൾ അവൾക്ക് മടങ്ങിപ്പോവാനും കഴിഞ്ഞില്ല. സിദ്ധാർത്ഥിനെ കണ്ടിട്ടേ മടങ്ങൂ എന്ന് അവൾ തീരുമാനിച്ചു. ഓഫീസിന് പുറത്ത് അവൾ കാത്തിരുന്നു. വൈകുന്നേരം വരെ അവൾക്കവിടെ ഇരിപ്പ് തുടരേണ്ടി വന്നു. സിദ്ധാർത്ഥ് ഓഫീസിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ നീലിമ അവന്റെ അരികിലേക്ക് നടന്നു. പക്ഷേ അവൻ നീലിമയെ ശ്രദ്ധിച്ചില്ല. അവൾ അടുത്ത് ചെന്നപ്പോഴേക്കും സിദ്ധാർത്ഥ് മറ്റൊരു വഴിയിലൂടെ കാറിലങ്ങ് കയറിപ്പോയിരുന്നു. നീലിമയുടെ കണ്ണുകളിൽ നിന്നും ഇരുട്ട് കയറുന്നത് പോലെ അവൾക്ക് തോന്നി. സിദ്ധാർത്ഥ് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അയാളെ കാണാൻ സാധിക്കില്ല. കാറ് നീങ്ങി തുടങ്ങിയിരുന്നു. അശ്വിന്റെ മുഖം ഓർത്തപ്പോൾ നീലിമ മറ്റൊന്നും ചിന്തിക്കാതെ സിദ്ധാർത്ഥിന്റെ കാറിന്റെ മുന്നിലേക്കങ്ങ് ചാടി. ഡ്രൈവർ പെട്ടെന്ന് വണ്ടി ചവിട്ടി നിർത്തി. അയാൾ പറഞ്ഞു, മാഡം, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? എനിക്ക് സഹനമൊന്ന് കാണണം. അതെ, അവൾ പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ സാറിനെ, സിദ്ധാർത്ഥ സാറിനെ ഒന്ന് കാണണം. അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ എന്തോ അത്യാവശ്യ കാരണമാണെന്ന് ഡ്രൈവർക്ക് മനസ്സിലായി. പക്ഷേ സിദ്ധാർത്ഥിനോട് ചോദിച്ചാൽ അയാൾ വഴക്ക് പറയുമെന്ന് ഉറപ്പാണ്. മാഡം, സാറ് കുറച്ച് തിരക്കിലാണ്, നിങ്ങൾ പിന്നെ വരൂ. അയ്യോ, അത് പറഞ്ഞാൽ പറ്റില്ല, വളരെ അത്യാവശ്യമായിട്ട് ആ സാറിനോട് എന്നോടത്ത് പറയാമോ? ഇത് കേട്ട് ഡ്രൈവർ സിദ്ധാർത്ഥിനെ നോക്കി. ഒന്നും കേൾക്കാത്ത ഭാവത്തിലിരിക്കുകയാണ് സിദ്ധാർത്ഥ്. ഡ്രൈവർ അവരോട് കാര്യം പറഞ്ഞു. ഞാനിപ്പോൾ തിരക്കിലാണെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു. ഡ്രൈവർ തല പുറത്തേക്ക് നീട്ടിയിട്ട് അത് അവളോടും പറഞ്ഞു. സോറി മാഡം, സാറ് തിരക്കിലാണ്, ഇപ്പോൾ കാണാൻ പറ്റത്തില്ല. പക്ഷേ നീലിമക്ക് വിടാൻ ഭാവമില്ലായിരുന്നു. ഡ്രൈവർ അവൻ്റെ വണ്ടി എടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ നീലിമ വീണ്ടും കാറിന്റെ മുന്നിലേക്ക് അങ്ങ് നീങ്ങി നിന്നു. അവൾ സിദ്ധാർത്ഥ് കാണാതെ പോകില്ല എന്ന് മനസ്സിലായപ്പോൾ ഡ്രൈവർ നിസ്സഹായനായി പിൻ സീറ്റിലേക്ക് നോക്കി. അവളോട് കാറിനുള്ളിൽ കയറാൻ പറഞ്ഞു. സിദ്ധാർത്ഥ് പറഞ്ഞു. ഇത് കേട്ട് ഡ്രൈവർ പുറത്തിറങ്ങി ചെന്ന് നീലിമയോട് പറഞ്ഞു കാറിലേക്ക് കയറാൻ പറഞ്ഞു എന്ന്. അദ്ദേഹത്തിന്റെ മനസ്സ് മാറുന്നതിന് മുൻപ് വേഗം കാര്യം പറഞ്ഞിട്ട് പോവാം മാഡം. അയാൾ ഡോറ് തുറന്നു കൊടുത്തു. നീലിമ മടിച്ച് കാറിലേക്ക് കയറി. എന്താ നിനക്ക് പറയാനുള്ളത്? സിദ്ധാർത്ഥ് ചോദിച്ചു. എനിക്കൊരു സഹായം വേണം, അവൾ ഗർഭോടെ തന്നെ പറഞ്ഞു. ഇത് കേട്ട് സിദ്ധാർത്ഥ അങ്ങ് പൊട്ടിച്ചിരിച്ചു. നിനക്ക് സഹായമോ? കൊള്ളാമോ? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ മുൻപ് നീ എന്നെ കണ്ടപ്പോൾ പറഞ്ഞത്. സർ, എൻ്റെ മോൻ, അവൻ അപകടത്തിലാണ്, ഒന്ന് സഹായിക്കണം. എന്ത് വേണമെങ്കിലും തരാന്ന് അച്ഛൻ എന്ന് മാത്രം പറയരുത്, അവൾ അപേക്ഷിച്ചു. അല്ല മാഡം, ഞാൻ എന്തിനാണ് നിങ്ങളെ സഹായിക്കേണ്ടത്? എനിക്ക് തരാൻ പാകത്തിന് എന്താ നിങ്ങളുടെ കയ്യിലുള്ളത്? അവളോട് ചേർന്നിരുന്നു കൂടെ തന്നെ സിദ്ധാർത്ഥ് ചോദിച്ചു. ഡു യു വാണ്ട് സ്ലീപ്പ് വിത്ത് മീ? സിദ്ധാർത്ഥ് ഇത് പറഞ്ഞതോടുകൂടി തന്നെ നീലിമയുടെ മുഖമങ്ങ് മാറി. ചിരിച്ചുകൊണ്ട് തന്നെ അവൻ തുടർന്നു. സോറി മാഡം, എനിക്കതിൽ ഒട്ടും താല്പര്യമില്ല. ഈ സിറ്റിയിൽ എൻ്റെ കൂടെ ഒരു രാത്രി കഴിയാൻ കൊതിക്കുന്ന ഒത്തിരിയധികം യുവതികളുണ്ട്. നിങ്ങളെ എൻ്റെ ടേസ്റ്റിയല്ല. ഇത് കേട്ടതോടുകൂടി തന്നെ നീലിമ ദേഷ്യം വന്നു. അയാൾ പുച്ഛത്തോട് പറഞ്ഞു. സോറി സർ, സഹായം ചോദിച്ചത് ഞാൻ നിങ്ങളുടെ അടുത്ത് വരാൻ പാടില്ലായിരുന്നു. അവൾ പുറത്തേക്ക് ഇറങ്ങി ഡോർ അങ്ങ് വലിച്ചടച്ചു. പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് ഇറങ്ങിയത് കണ്ട് അവൾക്ക് തല കനക്കുന്നത് പോലെ തോന്നി. പക്ഷേ തളരാൻ പാടില്ല എന്ന് അവൾക്കറിയാമായിരുന്നു. എന്ത് സംഭവിച്ചാലും അശ്വിനെ കണ്ടെത്തണം. അവൾ വീട്ടിലേക്ക് പോവാൻ തീരുമാനമെടുത്തു. വീടല്ലാതെ അച്ഛൻ മറ്റെവിടെയും അശ്വിനെ പാർപ്പിക്കാൻ സാധ്യതയില്ല എന്ന് അവൾക്ക് തോന്നി. CCTV ദൃശ്യങ്ങൾ പെടാതെ നീലിമ അകത്തേക്ക് കടന്നു. ശബ്ദമുണ്ടാക്കാതെ അവൾ ഓരോ മുറിയും തിരഞ്ഞു. അപ്പോഴാണ് അഞ്ജലിയും ആദ്യം അങ്ങോട്ടേക്ക് വരുന്നത് അവൾ കണ്ടത്. നീലിമ പെട്ടെന്ന് കറക്റ്റ് ഒരു പിന്നിലേക്കങ്ങ് മാറി നിന്നു. ആദ്യം അഞ്ജലിയെ പ്രണയത്തോട് നോക്കുകയാണ്. ആദ്യവും അഞ്ജലിയും കൂടി പ്രണയിച്ച് നിൽക്കുകയാണ്. നിനക്ക് എന്തൊരു വല്ലായകയാണ്? ആദ്യ ചോദിച്ചു. ഒന്നുമില്ല എന്ന് അഞ്ജലി പറഞ്ഞു. പെട്ടെന്ന് തന്നെ ആദ്യം അവളെ അങ്ങ് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ആ ഒരു പ്രണയത്തോടു കൂടി തന്നെ അവരുടെ ചുണ്ടിലും ഉമ്മ വെച്ചു. ഈ രംഗം കണ്ട് നീലിമക്ക് വെറുപ്പ് തോന്നി. അശ്വിൻ എവിടെയെന്ന് കണ്ടുപിടിക്കാൻ ഒരു വഴിയും തെളിയുന്നില്ല. അതിനിടയിൽ താൻ ഇതൊക്കെ കാണേണ്ടി വരുമെന്ന് അവൾ ആകെ വല്ലാതായി. അപ്പോൾ അഞ്ജലി ആദിയോട് പറഞ്ഞു. അച്ഛൻ ആ ചേട്ടനെ നോക്കാമെന്ന് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെയാണ്. ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പോകണം. അവൾ അശ്വിനെ പറ്റിയാണ് പറയുന്നത് എന്ന് നീലിമയ്ക്ക് അപ്പോൾ മനസ്സിലായി.
അശ്വിനെയാണ് അഞ്ജലി നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അവൾ പിന്നീട് എന്താണ് സംസാരിക്കുന്നത് എന്ന് കാതോർത്തുകൊണ്ട് തന്നെ നീലിമ അനങ്ങാതെ നിന്നു. അന്നേരം ആദി പറഞ്ഞു, ഏത് നീലിമയുടെ മോനെയാണോ? എന്നാ നീ ഒറ്റയ്ക്ക് പോവേണ്ട, ഞാനും കൂടെ വരാം. ചെറുക്കനെ എനിക്കൊന്ന് കാണണം. അവർ രണ്ടുപേരും അശ്വിനെ കാണാനായി പോവുകയാണെന്ന് മനസ്സിലാക്കിയ നീലിമ അവർക്കൊപ്പം തന്നെ പോവാൻ തീരുമാനിച്ചു. അശ്വിനെ ഒളിപ്പിച്ച സ്ഥലം കണ്ടുപിടിക്കാൻ അതേയുള്ളൂ ഇനി ഒരേ ഒരു മാർഗം. അഞ്ജലിയും ആദ്യം നേരെ ഉടനെ വീട്ടിൽ നിന്നുമിറങ്ങി. പിന്നാലെ അവർ കാണാതെ നീലിമയും ആദിയുടെ കാറിന്റെ ആ ഒരു സ്റ്റാർ ഹോട്ടലിലേക്ക് കയറി പോകുന്നത് ഓട്ടോയിലിരുന്ന നീലിമ കണ്ടു. അവൾ അവർക്ക് പിന്നാലെ തന്നെ ചെന്നു. അപ്പോഴേക്കും അഞ്ജലിയും ആദ്യം ഹോട്ടലിന്റെ അകത്തേക്ക് കയറിയിരുന്നു. നീലിമ അവരുടെ പുറകെ പോവാൻ ശ്രമിച്ചപ്പോൾ റിസപ്ഷനിസ്റ്റ് അവിടെ തടഞ്ഞു. മാഡം, മെമ്പർഷിപ്പ് കാർഡ് ഉണ്ടോ? എന്ത് മെമ്പർഷിപ്പ്? നീലിമ ചോദിച്ചു. ഇത് പ്രീമിയം മാത്രം വരുന്ന ഒരു സ്ഥലമാണ് മാം. ഇവിടുത്തെ കസ്റ്റമേഴ്സ് ഒരു മെമ്പർഷിപ്പ് കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. കാർഡില്ലാതെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല, റിസപ്ഷനിസ്റ്റ് പറഞ്ഞു. ഞാൻ ഒരാളെ കാണാൻ വന്നതാണെന്ന് നീലിമ പറഞ്ഞു. എന്നാൽ അയാളുടെ പേരും പറയും റിസപ്ഷനിസ്റ്റ് വിടാൻ ഭാവമില്ലായിരുന്നു. അതെ, പിന്നെ നീലിമ പതറി. അഞ്ജലിയോ ആദിയുടെ പേര് പറഞ്ഞ അവർ താൻ വന്നതറിയുന്നെന്ന് അറിഞ്ഞതോടുകൂടത്തിന് അശ്വിനെ കണ്ടെത്താമെന്ന ചിന്ത പോലും ഉപേക്ഷിക്കേണ്ടി വരും. അത് അപകടമാണ്. നീലിമ ഒന്നും മിണ്ടിയില്ല. നോക്ക് മാഡം, എനിക്ക് നിങ്ങളെ അകത്തേക്ക് കയറ്റിവിടാൻ പറ്റില്ല, സോറി, റിസപ്ഷനിസ്റ്റ് തീർത്തും പറഞ്ഞു. ഏകദേശം രാത്രിയായി തുടങ്ങിയിരുന്നു. നീലിമ മറ്റു വഴിയില്ലാതെ ഹോട്ടൽ ലോബിയിൽ നിന്നങ്ങ് മാറി ഒരിടത്തിരുന്നു. എങ്ങനെയെങ്കിലും അകത്തേക്ക് കിടക്കണമെന്നായിരുന്നു അവളുടെ ചിന്ത. സമയം പിന്നെയും അങ്ങ് കടന്നുപോയി. അപ്പോൾ ഹോട്ടലിന്റെ മുന്നിലായി ഒരു പരസ്യം അവൾ കണ്ടു. ഹോട്ടലിലെ വെയിറ്റർ ജോലിക്കായി ആളെ അടുക്കുന്നു എന്ന ആ ഒരു പരസ്യം അവൾ കാണാണ്. ഒരു പരസ്യമായിരുന്നു അത്. പെട്ടെന്ന് തന്നെ അവൾക്കൊരു ബുദ്ധി തോന്നി. നീലിമ എഴുന്നേറ്റ് ചെന്ന് റിസപ്ഷനിസ്റ്റിനെ കണ്ടു. ഹലോ, ഞാൻ വന്നത് ഒരു ജോലിക്കാരി സംസാരിക്കാൻ വേണ്ടി നിങ്ങളുടെ സൂപ്പർവൈസർ കാണാൻ വേണ്ടിയിട്ടാണ്, നീലിമ പറഞ്ഞു. റിസപ്ഷനിസ്റ്റ് അത് വിശ്വസിച്ചുകൊണ്ട് തന്നെ അവളെ വിളിച്ചു പറഞ്ഞപ്പോൾ സൂപ്പർവൈസർ നീലിമയെ അകത്തേക്ക് വിളിച്ചു. അവൾ ആകാംക്ഷയോടുകൂടെ അകത്തേക്ക് നടന്നു. ഹോട്ടലിലെ VIP സ്റ്റോറിൽ അച്ഛൻ വിശ്വനാഥും അമ്മയും കൂടി തന്നെ ഒപ്പം ഇരിക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് വിശ്വനാഥൻ സിദ്ധാർത്ഥിന്റെ അച്ഛനും അമ്മയും കൂടി വിദേശത്താണ്. ഇടയ്ക്ക് നാട്ടിലേക്ക് എത്തുമ്പോൾ മുഴുവൻ സമയം സിദ്ധാർത്ഥ് ഫാമിലിക്കായി മാറ്റിവെക്കുന്നതും അങ്ങനെ അവർ ഒന്നിച്ച് ഡിന്നർ കഴിക്കാൻ എത്തിയതുമാണ്. കഴിച്ചുകൊണ്ടിരിക്കെ ഗീത ചോദിച്ചു, അല്ല സിദ്ധു, എന്താ നിന്റെ ഉദ്ദേശം? സിദ്ധാർത്ഥ് അത് കേട്ടൊന്ന് തലയുയർത്തി നോക്കി. എന്താ നീ കല്യാണത്തിന് സമ്മതിക്കാത്തത് എന്നാ ഞാൻ ചോദിച്ചത്. അമ്മ പറഞ്ഞു, അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ അമ്മേ. സിദ്ധാർത്ഥ് പറയാണ്. സിദ്ധു, ഞങ്ങൾക്ക് വയസ്സായി, മരിക്കും മുൻപേ നിന്റെ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാ അമ്മയും അച്ഛനും പറയുന്നത്, ഗീത പറഞ്ഞു. അവർ ഭർത്താവിനെ നോക്കി ചോദിച്ചു, ശരിയല്ലേ ചേട്ടാ ഞാൻ പറഞ്ഞത്? അതെ സിദ്ധു, നീ കല്യാണക്കാര്യം ഇത്തിരി സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. അതല്ല, നിനക്ക് ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ അത് നീ അങ്ങ് തുറന്നു പറഞ്ഞോ, നമുക്കത് ആലോചിക്കാം. അച്ഛൻ പറഞ്ഞത് കേട്ടതല്ലാതെ സിദ്ധാർത്ഥ മറുപടിയൊന്നും പറഞ്ഞില്ല. മോനെ, എത്ര കാലമെങ്കിലും ഇങ്ങനെ ഒറ്റയ്ക്ക് നിനക്കൊരു കൂട്ടുവേണ്ടേ? നമ്മുടെ AM മാനേജറിന്റെ ആ ഒരു മകളില്ലേ വസുന്ധര, അവൾ നല്ല കുട്ടിയാണ്. ഞങ്ങളൊരു പ്രപ്പോസൽ വെക്കട്ടെ? ഗീത ചോദിച്ചു. ഇപ്പൊ വേണ്ട, ഞാൻ പറയാം, സിദ്ധാർത്ഥ് പറഞ്ഞു. എന്നാ നീ ഒരാളെ കണ്ടുപിടിച്ച് ഞങ്ങളോട് പറ. എങ്ങനെയായാലും വിരോധമില്ല, ആരായാലും കുഴപ്പമില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ മോനെ നിന്റെ മനസ്സിൽ? ഗീത ചോദിച്ചു. അതിന് മറുപടി പറയാൻ തലയുയർത്തിയ സിദ്ധാർത്ഥ് നീലിമയാണ് കാണുന്നത്. റെസ്റ്റോറന്റ് ബാൽക്കണിക്ക് താഴെ മാനേജറുടെ മുറിക്ക് മുന്നിൽ നിന്ന് അയാളോട് സംസാരിക്കുകയായിരുന്നു നീലിമ. ഈ അഹങ്കാരി എല്ലായിടത്തുമുണ്ടല്ലോ, സിദ്ധാർത്ഥ് ചിന്തിച്ചു. അവന്റെ മുഖം മാറിയത് ശ്രദ്ധിച്ച് ഗീതാമ്മ ചോദിച്ചു, എന്താ മോനെ? ഒന്നുമില്ലമ്മേ, അവൻ പറഞ്ഞു. ഇനി അങ്ങോട്ടേക്ക് നോക്കരുതെന്ന് കരുതിയെങ്കിലും സിദ്ധാർത്ഥിന്റെ ശ്രദ്ധ അവൻ പോലും അറിയാതെ ഇടക്കിടക്ക് നീലിമയിലേക്ക് മാറുന്നുണ്ടായിരുന്നു. കുട്ടി, നിനക്ക് പറ്റിയ ജോലിയല്ലേ ഇത്? സൂപ്പർവൈസർ നീലിമയോട് പറഞ്ഞു. എനിക്ക് പറ്റും സർ, ട്രസ്റ്റ് മീ, നീലിമ പറഞ്ഞു. അവളുടെ മുഖം ക്ഷീണം കൊണ്ട് വിളറിയിരുന്നു. അയാൾക്ക് അവളോട് സഹതാപം തോന്നി. സർ, ഞാൻ മേജർ ജോലിക്ക് മുൻപ് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് ജോലി കിട്ടിയേ തീരൂ സർ, പ്ലീസ് സർ, നീലിമ പറഞ്ഞു. അവളുടെ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോൾ അയാൾക്ക് വിഷമം തോന്നി. പക്ഷേ അവളുടെ വേഷം കണ്ട വെയിറ്റർ ജോലി അന്വേഷിച്ചു വന്ന ഒരാളായി തോന്നുന്നതേയില്ലായിരുന്നു. എങ്കിലും സൂപ്പർവൈസർ അവളോട് അത്രയൊന്നും പറഞ്ഞില്ല. ശരി, എങ്കിലും ഒരു കാര്യം ചെയ്യ്, കുട്ടി നാളെ മുതൽ ജോലിക്ക് വന്നേക്ക്, നമുക്ക് നോക്കാം, സൂപ്പർവൈസർ പറഞ്ഞു. ഇതെല്ലാം തന്നെ സിദ്ധാർത്ഥ് കാണുന്നുണ്ടായിരുന്നു. അയാൾ പറഞ്ഞത് കേട്ടപ്പോൾ നീലിമക്ക് അല്പം ആശ്വാസം തോന്നി. ഹോട്ടലിൽ കയറാനുള്ള വഴി അവൾക്ക് കിട്ടിയിരിക്കുന്നു. ഉടനെ തന്നെ അയാളോട് ചോദിച്ചു, സർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നീലിമ ചോദിച്ചു. എന്താ? സൂപ്പർവൈസർ അവളെ നോക്കി. എനിക്ക് ഈ ഹോട്ടലൊന്ന് ചുറ്റി കണ്ടാൽ കൊള്ളാമെന്നുണ്ട്, നീലിമ ചോദിച്ചു. അശ്വിൻ ഏത് മുറിയിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഹോട്ടൽ മൊത്തം തിരഞ്ഞേ പറ്റൂ എന്ന് അവൾക്ക് അറിയാമായിരുന്നു. സൂപ്പർവൈസർ അത് കേട്ട് എന്തോ ഇങ്ങനെ ആലോചിച്ചു നിന്നു. ചോദിച്ചത് അബോധമായി പോയെന്ന് നീലിമക്ക് തോന്നി. അത് പിന്നെ സർ, എല്ലാം ഒന്ന് ചുറ്റിക്കാണണ്ട,
നാളെ ജോലിക്ക് വരുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാവും, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നീലിമ പറഞ്ഞു. ജോലിയോടുള്ള അവളുടെ ആത്മാർത്ഥത കണ്ട് സൂപ്പർവൈസർക്ക് സന്തോഷം തോന്നി. ഇന്നത്തെ കാലത്ത് നീലിമയെ പോലുള്ള ആളുകൾ കുറവാണല്ലോ എന്ന് അയാൾ ആലോചിച്ചു. ഹോട്ടലിലെ ജോലിക്കാരിയായ മറ്റൊരു പെൺകുട്ടിയെ അരികിലേക്ക് വിളിപ്പിച്ചു. അയാൾ നീലിമയെ പരിചയപ്പെടുത്തി. സാന്ദ്ര, ഇത് നീലിമ, പുതുതായി ജോലിക്ക് വന്ന ആളാണ്, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്, സൂപ്പർവൈസർ പറഞ്ഞു. ഓക്കെ സർ. സാന്ദ്ര പുറത്ത് നീലിമയെ നോക്കി. സാന്ദ്ര ചിരിച്ചു. ഹലോ, ഞാൻ സാന്ദ്ര. ഹായ്, ഐ എം നീലിമ. സാന്ദ്രയോടൊപ്പം നീലിമ കയറി പോകുന്നത് സിദ്ധാർത്ഥ് കണ്ടിരുന്നു. അവൾ തന്നെ കാണാനും വീണ്ടും എന്തെങ്കിലും സഹായം ചോദിക്കാനും വേണ്ടിയായിരിക്കും വന്നത് എന്ന് അവൻ ചിന്തിച്ചു. നടക്കുന്നതിൽ തന്നെ സാന്ദ്ര ഹോട്ടലിന്റെ ചിത്രവും മറ്റുമൊക്കെ വിശദമായി തന്നെ നീലിമയോട് പറയുന്നുണ്ടായിരുന്നു. നീലിമ അതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ ചുറ്റും നോക്കിക്കൊണ്ടിരുന്നു. അവൾക്ക് അശ്വിനെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ താൻ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ സാന്ദ്ര സംസാരം നിർത്തി. അതെ, CCTVക്കുള്ള കൺട്രോൾ റൂം എവിടെയാ? നീലിമ പെട്ടെന്ന് ചോദിച്ചു. എന്തിനാ കുട്ടിക്കത്? അല്ലടോ, ഇപ്പൊ എന്തെങ്കിലും പ്രശ്നമുണ്ടായ അവിടെയല്ലേ എല്ലാവരും പോകുന്നത്, അപ്പോ അതല്ലേ ആദ്യം കാണേണ്ടത്? നീലിമ ചോദിച്ചു. സംശയത്തോടെ അവളെ ഒന്ന് നോക്കിയെങ്കിലും സാന്ദ്ര കൺട്രോൾ റൂം എവിടെയാണെന്ന് അവൾക്ക് പറഞ്ഞു കൊടുത്തു. കൂടെ വെയിറ്റർ യൂണിഫോമും കൊടുത്തു. വേഷം മാറി വരാമെന്ന് നീലിമ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നും പോവാണ്. വെയിറ്റർ വേഷം ധരിച്ചതിന് ശേഷം നീലിമ ആ ഫ്ലോറിൽ കൺട്രോൾ റൂം അന്വേഷിച്ച് നടന്നു. പക്ഷേ അത് കണ്ടുപിടിക്കാനൊന്നും അവൾക്ക് കഴിഞ്ഞില്ല. കാരണം ആ ഹോട്ടലിലെ എല്ലാ ഭാഗവും ഒരുപോലെ തന്നെയായിരുന്നു. അശ്വിൻ എവിടെയായിരിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ അവളുടെ മനസ്സ് നോവുന്നത് പോലെ തോന്നി. അവനെയും കൂട്ടി നാട്ടിലേക്ക് വന്നത് അബദ്ധമായി പോയി എന്നുവരെ അവൾ ചിന്തിച്ചു. അവനെ കണ്ടുപിടിച്ച് ഉടനെ തന്നെ എവിടെ നിന്നും മടങ്ങണമെന്നൊക്കെ നീലിമ തീരുമാനിക്കുകയാണ്. മുകളിലത്തെ നിലയിൽ നോക്കാനായി അവൾ ലിഫ്റ്റിനടുത്തേക്ക് ചെന്നു. പെട്ടെന്ന് തന്നെ ലിഫ്റ്റ് തുറന്ന് രണ്ടുപേർ പുറത്തേക്ക് ഇറങ്ങി. അവരെ കാണാതായി. നീലിമയും കൂടെ അവിടെ നിന്നും ഒരു മൂലയിലേങ്ങ് മാറി നിന്നു. അത് അഞ്ജലിയും ആദ്യവുമായിരുന്നു. വെയിറ്റർ വേഷത്തിലിരുന്ന അവളെ രണ്ടുപേരും ഗൗനിച്ചില്ല. അവൾ ഇറങ്ങി വന്നത് മുകളിൽ നിന്നാണ്. അപ്പോൾ അശ്വിൻ മുകളിലത്തെ നിലയിൽ എവിടെയുണ്ടെന്ന് നീലിമ ചിന്തിച്ചു. അവൾ ഉടനെ തന്നെ ലിഫ്റ്റിലേക്ക് കയറി മുകളിലേക്ക് പോയി. അവിടെ ഒരു മുറിക്ക് മുന്നിൽ മാത്രം 2 ബോഡി ഗാർഡ് കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. അത് അവൾ കണ്ടു. ഉറപ്പായും അശ്വിൻ അതിലുണ്ടാവും. ആ മുറിയിൽ കയറാൻ എന്താ ഒരു വഴിയെന്ന് നീലിമ ചിന്തിച്ചു. അപ്പോഴാണ് വെയിറ്റിംഗ് ഒരു ട്രോളിയുമായി ആ ഒരു മുറിയിലേക്ക് പോകാൻ ഭാവിക്കുന്നത്. അവൾ അത് കണ്ടു. അവൾ അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ, ഞാൻ ന്യൂ ജോയിൻ ചെയ്തതാണ്. നിങ്ങൾ വളരെ ക്ഷമിച്ചല്ലോ. ഇത്രയും നേരം റെസ്റ്റ് എടുത്തതല്ലേ? ഇനി ഞാൻ തന്നെ കൊണ്ടുകൊടുക്കാം, നീലിമ പറഞ്ഞു. അത് കേട്ട് അയാൾ അവളെ ഒന്ന് നോക്കി. അവളുടെ വെയിറ്റർ വേഷം കണ്ടപ്പോൾ തന്നെ അയാൾ മറുത്തൊന്നും തന്നെ പറഞ്ഞില്ല. അവൾ ഉടനെ തന്നെ ആഹാരം നിറച്ച് ആ ഒരു ട്രോളിയും തള്ളിക്കൊണ്ട് തന്നെ ബോഡി ഗാർഡ്സിന്റെ അരികിലേക്ക് നടന്നു. ചെക്കിങ്ങിന് ശേഷം അവൾ മുറിയിലേക്ക് കയറി. മുറിയിൽ വെളിച്ചമില്ലാതായിരുന്നു. നീലിമ ചെന്ന് ലൈറ്റിട്ടു. അവിടെ എല്ലാം തന്നെ തിരിഞ്ഞിട്ടും അവൾക്ക് മകനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ? എവിടെയായിരിക്കും എൻ്റെ കുഞ്ഞിനേക്ക് അവർ ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് നീലിമ ചിന്തിച്ചു. എല്ലായിടത്തും ഒന്നുകൂടി തിരിഞ്ഞതിന് ശേഷം നിരാശയോടുകൂടി തന്നെ നീലിമ അവിടെ നിന്നും മടങ്ങാൻ ശ്രമിച്ചു. അപ്പോഴാണ് കുളിമുറിയിൽ നിന്നും ആരോ കുളിക്കുന്ന ശബ്ദം കേട്ടത്. ഉള്ളിലൊരു പുരുഷനാണെന്ന് അവൾക്ക് മനസ്സിലായി. അയാൾ തന്നെ കാണുന്നതിന് മുൻപ് തന്നെ പുറത്തിറങ്ങാൻ അവൾ ശ്രമിച്ചു. പക്ഷേ പെട്ടെന്ന് അവളുടെ കൈ തട്ടി മേശപ്പുറത്തെ ഫ്ലവർ വേസ് അങ്ങ് നിലത്തേക്ക് വീണു. വെപ്രാടത്തിന് നീലിമ തറയിലേക്ക് അങ്ങ് വീണു. കുളിച്ചുകൊണ്ടിരിക്കുന്ന സിദ്ധാർത്ഥ് ഈ ഒരു ശബ്ദം കേട്ട് ടവലെടുത്ത് പൊതിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നു. സിദ്ധാർത്ഥിനെ കണ്ട് നീലിമ അമ്പരന്ന് പോയി. എൻ്റെ ദൈവേ, ഞാൻ ഈ കാലന്റെ കയ്യിലാണോ വന്നുപെട്ടത്? നീലിമ മനസ്സിൽ പറഞ്ഞു. നിലത്ത് വീട് കിടക്കുന്ന നീലിമയെ സിദ്ധാർത്ഥ് കണ്ടു. അവൾ തന്നെ തേടി ആ മുറിയിലേക്ക് വന്നത് സിദ്ധാർത്ഥിന് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അവൻ അവളെ രോക്ഷമായൊന്ന് നോക്കി. എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നീലിമ ആകെ വല്ലാതായി ഇങ്ങനെ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.